അടുത്ത സെഗ്മെൻറ്റ് വിജയവീഥി. കേരളീയത്തിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ആ ഒരു യാത്രയിൽ നമ്മൾ ധാരാളം മലയാളികളെ കനേഡിയൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ആൾക്കാരെ പല പല മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിജയവീഥി എന്ന സെഗ്മെൻറ്റിലൂടെ. ഇതിലൂടെ നമ്മളെല്ലാവരും പരിചയപ്പെട്ട് ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റായിട്ട് കാണുകയും കുറേ പരിചയപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഗോപിനാഥൻ പൊന്മനടിയിൽ. ഗോപിചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ചക്രയോഗ് കാനഡ എന്നതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിനെ. രുദ്രാക്ഷ രത്നം, അതായത് നമുക്കൊക്കെ വേണ്ടി സക്സസ്ഫുൾ ആവാൻ വേണ്ടി ജീവിതത്തിൽ നമ്മൾ ജെംസും ബേർത്ത് സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിലൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ബിഹൈൻഡിൽ എന്നറിയാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഗോപിനാഥൻ പൊന്മനടിയിൽ സെക്കൻഡ് പാർട്ടിലൂടെ. സോ നമ്മുടെ ഒരു ചക്രയോഗ് കാനഡ, രുദ്രാക്ഷ രത്ന കാനഡയുടെ ഒരു പ്രോഗ്രസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബേസ്മെൻറ്റിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അന്നൊക്കെ നമുക്ക് 1-2 കസ്റ്റമേഴ്സ് വരുമായിരുന്നുള്ളൂ. പിന്നെ ആൾക്കാർ വന്ന് കൂടി തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ പുറത്ത് ഒരു ഓഫീസ് റെൻറ്റ് ചെയ്ത് ലീസ് ചെയ്തിട്ട് അവിടെയാണ് ഇപ്പോഴും. അപ്പോൾ എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും അത് റെൻറ്റ് ലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വാക്കിനായിട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടില്ല. സോ കംപ്ലീറ്റ്ലി പ്യുവർലി അപ്പോയിൻമെൻറ്റ് ബേസ്ഡ് ആണ്. അപ്പോയിൻമെൻറ്റ് കൊടുക്കും. 1 hour ബേസ് അപ്പോയിൻമെൻറ്റ് എവരി കസ്റ്റമർക്ക് 1 hour ഗ്യാപ്പാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. അങ്ങനെ അവർ വന്ന് ഇതാക്കി പോകുന്നുണ്ട്. നല്ലൊരു ഗുഡ് കസ്റ്റമർ ബേസ് സോഫാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് കാനഡയിൽ. പിന്നെ നമ്മൾ ബിക്കോസ് ഓഫ് ദ ടൈം ഡിഫറൻസ്, പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഫ്രം ഇന്ത്യ എന്നൊക്കെയുള്ള, അപ്പോൾ ഞാൻ പല കസ്റ്റമേഴ്സ് നമ്മൾ US ഇവിടെ ഈസ്റ്റേൺ സൈഡ്, ഇപ്പോൾ ന്യൂയോർക്ക്, ബോസ്റ്റൺ ഇങ്ങനെയുള്ള ഭാഗത്തുള്ള കസ്റ്റമേഴ്സുകൾക്കും ഞാൻ ഇവിടുന്ന് കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു സേ എവരി വീക്ക് എക്സ്ട്രാ കസ്റ്റമേഴ്സ് വരുന്നത്. ഇപ്പോൾ ഈ വീക്കിൽ ഞാൻ 55 കസ്റ്റമേഴ്സിനെ കണ്ടാൽ നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ 70 കസ്റ്റമേഴ്സ് ആയിരിക്കും, 75 കസ്റ്റമേഴ്സ് ആയിരിക്കും. അങ്ങനെ കസ്റ്റമേഴ്സ് കൂടി വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ രുദ്രാക്ഷത്തിനെ പറ്റിയൊക്കെ കേട്ടത് ഇത് ഹിന്ദുക്കൾക്ക് മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് ധരിക്കാനുള്ളതാണ്, പെണ്ണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. ഇതൊരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ, മുസ്ലിം, അങ്ങനെ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം വേണ്ടി ധരിക്കാനുള്ളതല്ല രുദ്രാക്ഷം. രുദ്രാക്ഷം ഇറ്റ്സ് കം ഫ്രം എ ട്രീ. രുദ്രാക്ഷ ട്രീന്ന് ഉണ്ടാവുന്നതാണ്. സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈവൻ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ അവർ വന്ന സമയത്ത് അടക്കം ഇതിനൊക്കെയും പ്രൂവ് ചെയ്തിട്ട് അവരതൊരു ജ്വല്ലറി ആയിട്ട് യൂസ് ചെയ്ത കാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ബീഡാണ് രുദ്രാക്ഷം. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഹിന്ദുയിസം, ഒരു പ്രത്യേക മതക്കാർക്ക് ധരിക്കാനുള്ളതല്ല, എല്ലാവർക്കും ധരിക്കാം. അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൺസൾട്ടൻറ്റ്, ഇപ്പോൾ നമ്മുടെ കാനഡയിലത്തെ ഒരു ക്ലയൻറ്റ് ബേസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ഇറ്റ്സ് എ മിക്സ് ക്രൗഡ് അപ്പോൾ ഒരു സ്പെസിഫിക്കഡ് ആയിട്ടുള്ള ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ധരിക്കാം. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ധരിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ ബോഡിക്കാണ്. അപ്പോൾ അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും സ്ത്രീ ആയാലും പുരുഷനായാലും അത് കിട്ടുന്ന ബെനിഫിറ്റ് ബോഡിക്കാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റ് ഇപ്പോൾ രുദ്രാക്ഷ ആയാലും ജെം സ്റ്റോൺ ആയാലും ഇത് രുദ്രാക്ഷം മനുഷ്യൻ മാനുഫാക്ചർ ചെയ്യുന്നതല്ല, ഇതൊരു ട്രീയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ട്രീയിൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 സ്ഥലത്താണ്. നേപ്പാളുണ്ട്, പിന്നെ ഇന്തോനേഷ്യയിൽ ജാവ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ എന്താണ് ഡിഫറൻസ് വെച്ചാൽ നേപ്പാളിൽ ഉണ്ടാവുന്നതിൻ്റെ ഒരു എനർജിയും അതിൻ്റെ ഒരു വലുപ്പവും ഒക്കെ ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മളത് വെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനർജി പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും. ഇന്തോനേഷ്യയിൽ വരുന്നത് ഇതിൻ്റെ ഒരു കമേർഷ്യൽ വെർഷനാണ്, അതായത് അവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ട്. നേപ്പാളിലുള്ളത് കൾട്ടിവേഷനല്ല, അവിടെ ഓൾറെഡി ഫോറസ്റ്റിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ എല്ലാ കൊല്ലവും എല്ലാ ബീഡും, സോ രുദ്രാക്ഷ ബീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഓരോ ലൈൻസ് ഉണ്ട്. 1 to 21 ലൈൻ വരെ ഓരോ രുദ്രാക്ഷ ബീഡിലുണ്ട്. അങ്ങനെ ഓരോ രുദ്രാക്ഷ ബീഡും ചില കൊല്ലങ്ങളിൽ ട്രീ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസൊക്കെ ചിലപ്പോൾ ഡിഫറൻസ്. പിന്നെ ഇന്തോനേഷ്യയിലത്തെ ബീഡ് ചെറുതാണ്, അത് വൈഡ്ലി അവൈലബിൾ ആണ്, വില കുറവാണ്. വില എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്തോനേഷ്യൻ ബീഡ് $10 കാനഡയിൽ കിട്ടുന്നത് നേപ്പാൾ ബീഡിന് $100 ആയിരിക്കും. അതാണ് ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. അങ്ങനെയാണ്. പിന്നെ ഹവായിലുണ്ട്,
പിന്നെ ഫിജി ഐലൻഡ്സിലുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്ക് മദ്രാസിലും അതുപോലെ ഋഷികേശ് സ്ഥലങ്ങളിലൊക്കെയും രുദ്രാക്ഷ ട്രീസ് ഉണ്ട്. അവിടെ നിന്നൊക്കെയും രുദ്രാക്ഷ ബീഡ്സ് വരും. പക്ഷെ അതിനൊന്നും നമുക്ക് ആ നേപ്പാൾ ഒറിജിനിൽ കിട്ടുന്ന ആ ഒരു പവറോ എനർജിയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെറൈറ്റിക്കാണ് കൂടുതൽ പോപ്പുലാരിറ്റിയും കൂടുതൽ ആൾക്കാരും ഇടാൻ അല്ലെങ്കിൽ ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ജെം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജെം സ്റ്റോണുകൾ ഇന്ത്യയിൽ നിന്നുണ്ട്, ചില ജെം സ്റ്റോണുകൾ ശ്രീലങ്കയിൽ നിന്നുണ്ട്. ഇപ്പോൾ യെല്ലോ സാഫയർ ഒക്കെ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്നാണ് വെരി പോപ്പുലർ. പിന്നെ സൗത്ത് ആഫ്രിക്ക, ബ്ലൂ സാഫയർ സൗത്ത് ആഫ്രിക്ക, അങ്ങനെ പല കൺട്രികളിൽ നിന്നും ആണ് നമ്മൾ ജെം സ്റ്റോൺസുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് കാനഡയിൽ നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല എക്സെപ്റ്റ് കനേഡിയൻ ഡയമണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഡയമണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കനേഡിയയിലത്തെ ഡയമണ്ട്സ് യൂസ് ചെയ്യാം. അല്ലാത്ത എല്ലാ സ്റ്റോണുകളും നമ്മൾ പുറത്ത് കൺട്രിയിൽ നിന്നാണ്. എല്ലാം പ്രൊക്യൂർ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്, ബോംബെയിലെ ഹെഡ് ഓഫീസ്. അവിടെ നിന്നാണ് കാനഡയിലേക്ക് സാധനങ്ങളെല്ലാം വരുന്നത്. സോ നമ്മളുടെ ഓഥൻറ്റിസിറ്റി പല ആൾക്കാരും വന്ന് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഓഥൻറ്റിസിറ്റി ഒന്ന് പറയുമോ ഗോപിച്ചേട്ടാ. അപ്പോൾ എന്താണ് ഓഥൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, രുദ്രാക്ഷ ബീഡ്സ് എല്ലാം നമ്മൾ സർട്ടിഫൈഡ് ആണ്. സർട്ടിഫിക്കേഷൻ നമ്മൾ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ ജെം സ്റ്റോൺ വാങ്ങുന്നവർക്ക് ബ്ലൂ സഫയർ ആയാലും യെല്ലോ സഫയർ ആയാലും ഇത് വാങ്ങും. ജെമ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലത്തെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കൂടെയാണ് നമ്മൾ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത് ജെം സ്റ്റോൺ. ഇപ്പോൾ എന്താണെങ്കിലും അങ്ങനെ. പിന്നെ ഓതൻറ്റിസിറ്റി, നമ്മുടെ കമ്പനി ഹെഡ് ഓഫീസ് ISO 9001 സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ക്വാളിറ്റി, പ്രോഡക്റ്റ് പ്രൈസിങ് എല്ലാം ISO 9001 സർട്ടിഫൈഡ് ആയ കാരണം 100% വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മൾ വി വിൽ സ്റ്റാൻഡ് ബിഹൈൻഡ് ദ പ്രോഡക്റ്റ്, ദ വാറണ്ടി, എവറിത്തിങ് ഈസ് പ്രൊവൈഡഡ്. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിലും ആരെങ്കിലും സഹായിക്കാനെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് വിവരം ഉണ്ടാവണം, അല്ലെങ്കിൽ അറിവ്, നോളജ് വേണ്ടേ. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ രുദ്ര സെൻറ്ററിൻ്റെ അവരുടെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഓരോ ചക്രാസിനെ കുറിച്ചിട്ടായാലും രുദ്രാക്ഷ പ്രോപ്പർട്ടീസ്, ഓരോ രുദ്രാക്ഷത്തിനും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. അതുപോലെ ജെം സ്റ്റോണിന്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് ആർക്കെങ്കിലും കൺസൾട്ട് ചെയ്യാൻ. നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ബോംബെയിൽ നമ്മൾ അവരുടെ രുദ്ര സെൻറ്ററിൻ്റെ അവരുടെ കൺസൾട്ടിങ്ങിൻ്റെ കോഴ്സുകളുണ്ട്. അത് നന്നായിട്ട് പഠിച്ച് അവരുടെ ടെസ്റ്റുകളുണ്ട്, അതെല്ലാം പഠിച്ച് പാസ്സായതിന് ശേഷം മാത്രമാണ് അവർ എനിക്ക് ഈ ബിസിനസ് സ്വന്തമായിട്ട് കൺസൾട്ടേഷന് അനുവദിച്ചത്. കാരണം അവർ ഈ ബിസിനസ് നടത്തുന്നത് കുറേ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തെറ്റ് പറ്റാൻ പാടില്ലല്ലോ. അങ്ങനെ പഠിച്ചു. അപ്പോൾ അങ്ങനെ RRST, രുദ്രാക്ഷ രത്ന സയൻസ് തെറപ്പി, അതിൻ്റെ പേര് പറയുന്നത് ഹോളിസ്റ്റിക് തെറാപ്പിസ്റ്റാണ്. പിന്നെ ചക്രവാസ്തു, നമുക്ക് മനുഷ്യന്മാർക്ക് ഉള്ള പോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീടായാലും കമേഴ്ഷ്യൽ പ്ലേസ് ആയാലും അവിടെ വാസ്തു സംബന്ധമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും അതിനെക്കുറിച്ചിട്ട് പഠിച്ചു. അതിന് ചക്രവാസ്തു എക്സ്പേർട്ട് എന്ന് പറയും, അതുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും ഓരോ പ്രാവശ്യം ഓരോന്ന് പഠിച്ചു വരും. ഓരോ ചക്രാസിനെ കുറിച്ച് പഠിക്കണം. 7 ചക്രാസ് ഉണ്ട്, ടോട്ടൽ 9 ഉണ്ട്. പക്ഷേ കോമൺ മാനിനെ ഉദ്ദേശിച്ചുള്ള 7 ചക്രാസാണ്. അപ്പോൾ ഓരോ ചക്രയെ കുറിച്ച് പഠിക്കണം. ആ ചക്രാസ് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയായിരിക്കണം അതിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യേണ്ടത്, ഏത് രുദ്രാക്ഷം എങ്ങനെ വെയർ ചെയ്യണം, ഏത് ഭാഗത്ത് നമ്മുടെ ശരീരത്തിൻ്റെ വലത്തു ഭാഗത്താണോ ഇടത്തു ഭാഗത്താണോ, അങ്ങനെ പല പല നീറ്റി ഗ്രീറ്റി സ്റ്റഫുകൾ കുറേ ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഉണ്ടായതല്ല. അങ്ങനെ ത്രൂ ഔട്ട് ദ ഇയർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ലേണിംഗ് നെവർ സ്റ്റോപ്സ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നോളജ് കിട്ടി വന്ന് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വൈഫുണ്ട് രാധിക, തൃശ്ശൂരിൽ നിന്നാണ്. അവൾ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ മോളുണ്ട്, മൂത്ത മോള്, അവളുടെ പേര് റാഗന്യ, അവൾ സൈക്കോ തെറാപ്പിസ്റ്റാണ്. പിന്നെ മോനുണ്ട്, അവന് ജോലി ചെയ്യുന്നുണ്ട്, അവൻ SAP കൺസൾട്ടൻ്റാണ്. അവൻ മാത്രം എൻ്റെ ഒരു പിന്നാലെ വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവന് കൊടുത്തപ്പോൾ ഹീ ടുക്ക് ഇറ്റ് ആൻഡ് ഹീസ് ആൾസോ എൻ SAP കൺസൾട്ടൻറ്റ്. സോ ബിസിനസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാനഡയിൽ ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ, നമ്മളൊരു കൺസൾട്ടേഷൻ സെൻറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അത് മിസ്സാഗയിലാണ് ഫിസിക്കലായിട്ട് ആർക്കെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ ഉള്ളത്. പിന്നെ നമുക്ക് അജാക്സിൽ ഒരു ലൊക്കേഷൻ ഉണ്ട്, അത് ഒരാൾ ബേസ്മെൻറ്റിലാണ്. പിന്നെ വാൻകൂവറിലുണ്ട്, അവിടെയും അവരുടെ ബേസ്മെൻറ്റിൽ നിന്നാണ് ചെയ്യുന്നത്. ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ടു വെസ്റ്റ് മൾട്ടിപ്പിൾ സെൻറ്റേഴ്സ് അറ്റ്ലീസ്റ്റ് 1 ഇൻ ഈച്ച് മേജർ സിറ്റിയിൽ തുറക്കണം എന്നുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനിലാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ
അണ്ടർവേ ആണ്, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആദ്യം നെക്സ്റ്റ് വേണമെങ്കിൽ മിക്കവാറും ഓട്ടോവയിലായിരിക്കും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ കാൽഗറി, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം സഹായിച്ചിട്ട് എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഇവൻറ്റ്സും അനൗൺസ്മെൻറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലൂടെ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. ഇത്രമാത്രം ചെയ്താൽ മതി. താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഞങ്ങൾക്ക് എഴുതുക. വീണ്ടും കുറേ വിശേഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. ടിൽ ദെൻ ഇറ്റ്സ് മീക്ക.